തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ UDFന്റെ കയ്യിൽ കിട്ടിയ ഒന്നാന്തരം പ്രചരണായുധമാണ് TP ചന്ദ്രശേഖരൻ കേസിലെ പുതിയ വിധി. 2014 TP കേസിലെ വിധി വന്നപ്പോഴും വടകര മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം TP ചന്ദ്രശേഖരൻ കേസും അതിന് CPMുമായുള്ള ബന്ധവുമായിരുന്നു. അന്ന് AN ഷംസീർ തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്തപ്പെട്ടതും ഇതേ കേസിലെ വിധിയും അതിൽ CPMന്റെ പങ്കുമായിരുന്നു. ഇന്നിതാ വീണ്ടും UDF ഈ 2024 TP ചന്ദ്രശേഖരൻ കേസ് പ്രധാന ചർച്ചാ വിഷയമാക്കാൻ വേണ്ടി പോകുന്നു. TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും അതിൽ നേരിട്ട് പങ്കുള്ളവരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും നിയമത്തിന് പുറത്താണ്. പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയങ്ങളിലൊന്ന് CPMന്റെ അക്രമ രാഷ്ട്രീയം തന്നെയായിരിക്കും. ഞങ്ങൾ അത് പൊക്കിയെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകും. ഇങ്ങനെയാണ് K. സുധാകരൻ പറഞ്ഞതെങ്കിൽ K. മുരളീധരൻ ഒന്നുകൂടി കടുപ്പിച്ചാണ് പ്രതികരിച്ചത്. മരിച്ച് 12 വർഷമായിട്ട് ഇപ്പോഴും TP ഒരു ഇതായി നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ജീവിച്ചിരുന്ന ചന്ദ്രശേഖരനേക്കാൾ ശക്തനാണ് മരണപ്പെട്ട ചന്ദ്രശേഖരൻ. അതുവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും CPMനെ. TP ചന്ദ്രശേഖരൻ കേസ് ചർച്ചയാക്കുന്നത് അത്ര നല്ലതല്ല എന്ന് CPMന് ഇതിനകം തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇത് ചർച്ചയാകില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള വ്യഗ്രതയാണ് എളമരം കരീം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരിൽ കാണുന്നത്. TP കേസിന്റെ ഒരു അലയൊഴുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമോ? ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണിത്. ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയിൽ ഒരു കേസൊന്നുമല്ല ചർച്ചാ വിഷയം. നമ്മുടെ തൊട്ടടുത്ത മണ്ഡലമാണല്ലോ, അതുകൊണ്ടാണ്. ഏത് മണ്ഡലമാണെങ്കിലും കേരള ഹൈക്കോടതി എല്ലാ ദിവസവും ഒരുപാട് കേസുകൾ വിധി പറയുന്നുണ്ട്, വിചാരണ ചെയ്യുന്നുണ്ട്. അതൊന്നും അല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയമാണ്. ഇതിന് സമാനമായിരുന്നു വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി KK ശൈലജയുടെ പ്രതികരണവും. മണ്ഡലത്തിൽ TP കേസ് അല്ല ചർച്ചയാവുക, പകരം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളാണെന്ന് അവർ പറഞ്ഞു. CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.